ولا يذكرون الله إلا قليلا مذبذبين بين ذلك لا إله هؤلاء ولا إله هؤلاء ومن يضلل الله فلن تجد له سبيلا ولا يذكرون الله കപടവിശ്വാസികൾ അല്ലാഹുവിനെ ധ്യാനിക്കുന്നില്ല ഇല്ലാ ഖലീല അല്പമല്ലാതെ ധ്യാനിക്കുന്നില്ല മുദബ്ദബീന ബൈന ദാലിക് അവർ രണ്ടിനുമിടയിൽ ആടിക്കളിക്കുന്നവരാകുന്നു ലാ ഇലാഹ അവരിലേക്കും ചേരുന്നില്ല വലാ ഇലാഹ ഇവരിലേക്കും ചേരുന്നില്ല വമൻ യുദ്ലിലില്ലാഹ് ആരെങ്കിലും അല്ലാഹു വഴികെടുത്തിയാൽ ഫലൻ തജിദ ലഹു സബീലാ താങ്കൾക്ക് അവരെ നന്നാക്കാൻ ഒരു വഴിയും എത്തിക്കുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം വെറുക്കുകയും ഇരുലോകത്തും ശിക്ഷിക്കുകയും ചെയ്യുന്ന കപടവിശ്വാസികളുടെ രണ്ട് ദുസ്വഭാവങ്ങളാണ് ഈ ആയത്തുകളിൽ അവസാനം പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല, അവർ കാരുണ്യവാനും ഉപകാരിയും സർവശക്തനും അജയ്യനുമായ അള്ളാഹുവിനെ വളരെ കുറച്ച് മാത്രമാണ് ധ്യാനിക്കുന്നത്. ഇത് ഈ ആയത്തിന്റെ ഏറ്റവും മർമ്മമായ ഭാഗമാണ്. ദുസ്വഭാവങ്ങളുടെ എല്ലാം അടിസ്ഥാനം അള്ളാഹുവിനോടുള്ള സ്നേഹവും ഭയവും ഇല്ലാതാകലാണ്. സൽസ്വഭാവങ്ങളുടെ എല്ലാം അടിസ്ഥാനം അള്ളാഹുവിനോട് സ്നേഹവും ഭയവും ഉണ്ടാകലാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹവും ഭയവും ഇല്ലാതാകുന്നത് പടച്ചവനെ ധ്യാനിക്കാതിരിക്കുമ്പോഴാണ്. അള്ളാഹുവിനെ ധ്യാനിച്ചാൽ പടച്ചവനോടുള്ള സ്നേഹവും ഭയവും തനിയെ ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തെ ദുസ്വഭാവം മുദബ്ദബീന ബൈന ദാലിക്, ഇവർ നിലപാടില്ലാത്തവരാണ്. കുറെ നാൾ അവിടെ പോയി ചേരും, കുറെ നാൾ ഇവിടെ ചേർന്നിരിക്കും. സ്വന്തം താല്പര്യം മാത്രം നോക്കുന്നവരാണ്. അവിടെയാണ് ലാഭമെന്ന് കാണുമ്പോൾ അവിടെ ചേർന്ന് നിൽക്കും, നിഷേധികളുടെ കൂട്ടത്തിൽ നിൽക്കും. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ, സഹാബത്തിനെ, അതുപോലെ നന്മകളെയെല്ലാം നിന്ദിച്ച് സംസാരിക്കും. കഴിവിന്റെ പരമാവധി നിഷേധികൾക്ക് വെള്ളവും വളവും ഒഴിച്ചു കൊടുക്കും. ഉദ്ദേശം മറ്റൊന്നുമല്ല, അവരിൽ നിന്നും കുറെ ലാഭങ്ങളും സന്തോഷങ്ങളും ലഭിക്കണം. കുറെ നാൾ ലാഭം ഇവിടെയാണെന്ന് കാണുമ്പോൾ
അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വരും, സഹാബാക്കളുടെ കൂട്ടത്തിൽ പുഞ്ചിരിച്ചു കഴിയും, ദാനധർമ്മങ്ങൾ കഴിവിന്റെ പരമാവധി വാരിക്കൂട്ടും, അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ അതിലൂടെയും അവർ വഴിയൊരുക്കും. അല്ലാഹു തആല പറയുകയാണ്, ഒരു സത്യവിശ്വാസിക്ക് നിലപാടുണ്ടായിരിക്കും, ആ നിലപാടിൽ അടിയുറച്ചു നിൽക്കും. ഇതിന്റെ അർത്ഥം തന്ത്രജ്ഞത വേണ്ടതില്ല, ആളുകളോടെല്ലാം മൊരഞ്ഞ സ്വഭാവവുമായി കടുത്ത രീതിയിൽ വർത്തിക്കണമെന്നല്ല. അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കണം. ജനങ്ങളോടെല്ലാം സൽസ്വഭാവത്തോടെയും സന്തോഷത്തോടെയും പെരുമാറിക്കൊണ്ട് തന്നെ ആ കാര്യം സാധിക്കുന്നതാണ്. മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലാ ലാ ഇലാഹ ഉലാ വലാ ഇലാഹ ഉലാ. വിമർശിച്ച ഖുർആൻ പറയുകയാണ്, പക്ഷേ ഖുർആനിന്റെ വചനങ്ങളുടെ സൗകുമാര്യം, അതിന്റെ പാരായണ രീതിയുടെ സന്തുഷ്ടി എത്രമാത്രം ഉയർന്നിരിക്കുന്നു. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആരെങ്കിലുമായി വഴക്കുണ്ടാക്കുന്നു, ചീത്ത വിളിക്കുന്നു, നമ്മിൽ നിന്നും എന്തെല്ലാം വന്നു പോകാറുണ്ട്. അള്ളാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മളുടെ കോര എന്താണ്? നമ്മളുടെ വാചകം എന്താണ്? ഖുർആൻ രൂക്ഷമായ വിമർശനം മുനാഫിഖീങ്ങളെ പറ്റി, അതിന്റെ അവസാന ഭാഗം. പക്ഷേ ശൈലി വിശേഷം, പാരായണത്തിന്റെ വചനത്തിന്റെ സുഗന്ധവും സൗന്ദര്യവും സൗരഭ്യവും അതൊന്ന് വേറെ തന്നെയാണ്. ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ومن يضلل الله فلن تجد له سبيلا. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാരുണ്യത്തിന്റെ തിരുദൂതൻ. എല്ലാവരും നന്നാകണം, ആരും ചീത്തയാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മുനാഫിഖീങ്ങളും നന്നാകണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു. അവരെയും ശരിയാക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു. അള്ളാഹു ഹബീബിനെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് ആശ്വസിപ്പിച്ചുകൊണ്ട് അരുളുന്നു, തങ്ങളെ ഇത്തരം ദുസ്വഭാവികളെ പടച്ചവൻ വഴികെടുത്തുന്നതാണ്. അവർ പൂന്തോട്ടത്തിലും മാലിന്യത്തെ തേടുന്നവരാണ്. അവർ ദുസ്വഭാവം കൊണ്ട് ജീവിതത്തെ നശിപ്പിക്കാൻ സ്വയം ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പടച്ചവരും അവരെ വഴികെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഫലൻ തജിദ ലഹു സബീലാ. അവരെ നന്നാക്കാൻ താങ്കൾക്ക് ഒരു വഴിയും എത്തിക്കുന്നതല്ല. താങ്കളുടെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. ആരാണോ ആത്മാർത്ഥതയോടെ താങ്കളുടെ അരികിലേക്ക് വരുന്നത്, അവരെ താങ്കൾ സ്വീകരിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ഒരു നല്ല അവസ്ഥാവിശേഷം ഉണ്ടാക്കാൻ അങ്ങ് പരിശ്രമിക്കും. ഈ ആയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അള്ളാഹുവിന്റെ ധ്യാനമാണ്. മഹാന്മാരായ മുൻഗാമികൾ ഇവിടെയും കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ ആയത്ത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും തോണ്ടാനും വേണ്ടിയല്ല ഉപയോഗിച്ചിരുന്നത്, അവർക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. അള്ളാഹുവിന്റെ ദാസൻ ഇത് പാരായണം ചെയ്തു. എന്നിട്ട് കണ്ണീർ വാർത്തു, പടച്ചവരെ, മുനാഫിക്കുകളെ പറ്റി നീ പറഞ്ഞിരിക്കുന്നത് അവർ കുറച്ച് മാത്രമാണ് അള്ളാഹുവിനെ ധ്യാനിക്കുന്നത്, കുറച്ചെങ്കിലും അവർ ധ്യാനിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പടച്ചവരോടുള്ള ധ്യാനം വരുന്നേയില്ലല്ലോ. നമസ്കാരങ്ങൾ കഴിഞ്ഞു പോകുന്നു,
ആ നമസ്കാരത്തിന്റെ തുടക്കം തന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബാങ്കുലിയാണ്. വജ്ജഹത്തു, പടച്ചവന്റെയും ദാസന്റെയും ഇടയിലുള്ള മറകളെ മുഴുവനും മാറ്റുകയാണ്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക, പടച്ചവന്റെ സന്നിധിയിലേക്ക് ചെന്ന് കേറലാണ്. സൂറത്തുൽ ഫാത്തിഹ പടിപടിയായി പടച്ചവരുമായിട്ടുള്ള സംസാരവും അഭേദ്യമായ അടുപ്പവുമാണ്. സൂറത്ത് പിന്നീട് പടച്ചവന്റെ മുന്നിൽ നിന്ദിരായി കുനിയുന്നു. എഴുന്നേറ്റ് നിന്നതിനു ശേഷം അങ്ങേയറ്റം വികാര ആവേശങ്ങളോടെ സുജൂദിലേക്ക് പോകുന്നു. ഇതിലെ പാരായണങ്ങൾ മാത്രമല്ല, ഓരോ പ്രവർത്തനങ്ങളും പടച്ചവന്റെ ധ്യാനം വിളിച്ചു പറഞ്ഞിട്ടും ഞങ്ങൾ പടച്ചവനെ ധ്യാനിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ ധ്യാനം എല്ലാത്തിന്റെയും അടിസ്ഥാനമാണ്. ഈ ആയത്ത് കേൾക്കുന്ന സമയത്ത് അല്ലാഹു നമുക്ക് പേടി തരുമാറാകട്ടെ. പടച്ചവനെ കാപട്യമുണ്ടാകരുത്. ഉണ്ടാകാതിരിക്കണമോ? നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റുമായി ബന്ധപ്പെടും. എന്താണ് അല്ലാഹുവിന്റെ ദിക്ർ? ഒന്ന്, പരിശുദ്ധ ഖുർആൻ പാരായണം. ജീവനം നന്നാകണം, മനസ്സ് നന്നാകണമെന്ന ആഗ്രഹത്തോടുകൂടി ഖുർആൻ ഓതി. ഹിഫ്ദ് പഠിക്കണം, ഖുർആനിന്റെ ആശയം മനസ്സിലാക്കണം. ഇതിനെല്ലാം ഉപരി അല്ലാഹുവിനോടുള്ള സ്നേഹമുണ്ടാകണം. മൗലാന സയ്യിദ് ബിലാൽ ഹസനി ഹഫദഹുല്ലാഹു പറയുന്നു, മരുന്ന് കഴിക്കുമ്പോൾ മരുന്നിലൂടെ ശിഫ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ ഖുർആൻ ഓതുമ്പോൾ എന്റെ സ്വഭാവം നന്നാകണമെന്ന ആഗ്രഹം ഉണ്ടാക്കിയെടുത്ത് ഖുർആൻ പാരായണം ചെയ്യണം. 2, രാവിലെയും വൈകുന്നേരവും കുറച്ച് ദിക്റുകൾ നമ്മൾ പതിവാക്കി. അല്ലെങ്കിൽ ഒരു നേരമെങ്കിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ മുഴുവൻ സൂഫിയാക്കളും സംയുക്തമായി പറഞ്ഞിട്ടുള്ള ദിക്റാണിത്. പക്ഷെ നമുക്ക് സ്പെഷ്യൽ ദിക്റുകളോടാണ് താല്പര്യം. ഒരു കാലിൽ നിന്നുകൊണ്ട് ഒരു കൈ മേപ്പോട്ട് പൊക്കി കുറച്ച് ശരീരമെല്ലാം കുലുക്കി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ താല്പര്യമാണ്. പുതിയ പരിപാടികൾ പറഞ്ഞു കഴിഞ്ഞാൽ. 2, പുണ്യമായ സ്വലാത്ത് ചൊല്ലി സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുവുമായിട്ട് അടുക്കണമെന്ന നിയ്യത്തിൽ സ്വലാത്ത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് അടുക്കണമെന്ന നിയ്യത്തിൽ ഇസ്തിഗ്ഫാർ ചൊല്ലി 100 പ്രാവശ്യം മനസ്സ് ശുദ്ധിയാകുന്നതിന് വേണ്ടി. 3ാമത്തെ ദിക്ർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ സമയത്തുമുള്ള കർമ്മങ്ങൾക്ക് മുമ്പോ ശേഷമോ പരിശുദ്ധമായ ഹദീസുകളിൽ വന്നിട്ടുള്ള ദിക്റുകൾ പതിവാക്കി. ആഹാരം കഴിക്കുന്നതിന് മുമ്പ്, ശേഷം, ഉറങ്ങുന്നതിന് മുമ്പ്, ശേഷം, മസ്ജിദിൽ കയറുന്നതിന് മുമ്പ്, ശേഷം, മലമൂത്ര വിസർജന സ്ഥാനത്ത് പ്രവേശിക്കുന്നതിന് മുമ്പ്, ഇറങ്ങിക്കഴിഞ്ഞ് ഈ ദിക്റുകൾ പതിവാക്കി. ഈ കർമ്മങ്ങൾക്കിടയിൽ അല്ലാഹുവിന്റെ ധ്യാനമുണ്ടായിത്തീരും. ഈ കർമ്മങ്ങൾക്കിടയിൽ അല്ലാഹുവിന്റെ ധ്യാനമുണ്ടായിത്തീരും. അത് ഇബാദത്തായിട്ട് മാറും. 3, എല്ലാ സമയത്തും അല്ലാഹുവിന്റെ ഏതെങ്കിലും നാമം പറഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതിലൂടെ നമ്മുടെ ജീവനം നന്നാകുന്നതാണ്, അല്ലാഹുവിന്റെ ധ്യാനം മറയ്ക്കുന്നതാണ്. നമസ്കാരത്തിന് മുമ്പ് ഇഖാമത്ത് കൊടുക്കപ്പെടും. മൗലാന അവറുകൾ പറയുന്നു, കുറച്ചുനേരം നമസ്കാരത്തിന് മുമ്പ് കുനിഞ്ഞിരുന്ന് ദിക്ർ ചൊല്ലിയിട്ട് നമസ്കരിക്കും. ആ നമസ്കാരത്തിന്റെ അനുഭൂതി ഒന്ന് വേറെയായിരിക്കും. സാധിക്കുന്നില്ല, കുറഞ്ഞത് ഇഖാമത്ത് കൊടുക്കുമ്പോൾ. എന്തിനാണ് ഈ ഇഖാമത്ത് സ്പീഡിൽ കൊടുക്കുന്നത്? ബാങ്ക് ഭയങ്കരമായ സംഗീതം, ഈ ഇഖാമത്ത് ഒരു ഭയങ്കര ഓട്ടം. ബാങ്ക് കുറച്ച് സ്പീഡിൽ കൊടുക്കും, മര്യാദയ്ക്ക് കൊടുക്കും. ജുമഅയ്ക്ക് വല്ലതും നീട്ടാൻ നോക്കി. ഇഖാമത്ത് നിർത്തി കൊടുക്കും. ഇഖാമത്തിന് കൂട്ടത്തിന് മറുപടി പറയണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ കൂട്ടത്തിന് നമ്മളും പറയണം. അഖാമഹല്ലാഹു അദാമഹ ഖദ് ഖാമത്തു സ്വലാത്ത് ചെല്ലുമ്പോൾ ചെല്ലണം. ഇഖാമത്തിന് ശേഷം ദുആ ചെയ്യണം. എന്നിട്ട് അല്ലാഹുവിനെ ധ്യാനിക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്, എല്ലാം പുറത്തേക്ക് ഇടുകയാണ്. അതിനുശേഷം അല്ലാഹുവിനെ മുറുകെ പിടിക്കുന്നു, നെഞ്ചിൽ കൈവെക്കുന്നു, നെഞ്ചിനോട് ചേർത്ത് വെക്കുന്നു. മനസ്സിൽ പടച്ചവനെ ഉറപ്പിക്കാൻ വയറ്റിൽ വെക്കുന്നു. ഹലാലായ ആഹാരത്തെ ഉദ്ദേശിച്ചുകൊണ്ട് പൊക്കിളിന് താഴെ വെക്കുന്നു. എന്റെ ജീവിതം മുഴുവനും വിശുദ്ധമാകണം, പടച്ചവൻ വിശുദ്ധമാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ആംഗ്യത്തിനും പോലും അല്ലാഹുവിന്റെ ധ്യാനമാണ്. ولا يذكرون الله إلا قليلا
അള്ളാഹുവിനെ കപടവിശ്വാസികൾ അല്പം മാത്രം ധ്യാനിക്കുന്നു, സത്യവിശ്വാസികൾ കൂടുതലായി ധ്യാനിക്കുന്നു. ഹർദം കറൂങ്ക ഏ മേരെ ബാരി അല്ലാ 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 അല്ലാ. എന്റെ പ്രധാനപ്പെട്ട ജോലി, എന്റെ മനസ്സിന്റെ സംഗീതം, എന്റെ കണ്ണിന്റെ കുളിർമ, എന്റെ ദുഃഖങ്ങളുടെ ദൂരീകരണം, എന്റെ സന്തോഷങ്ങളുടെ പൂർത്തീകരണം. പടച്ചവനെ, ഓരോ നിമിഷങ്ങളിലും നിന്റെ നാമം പറഞ്ഞുകൊണ്ടിരിക്കലാണ്, നിന്റെ നാമം കേട്ടുകൊണ്ടിരിക്കലാണ്, നിന്റെ നാമത്തിലായി ജീവിക്കലാണ്, നിന്റെ നാമത്തിലായി നിന്നിലേക്ക് വരലാണ്. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.